ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻഡർ പ്രൈസ് കാണുന്ന മെത്തേഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് രണ്ട് മെത്തേഡ്സ്, ടോട്ടൽ 3 മെത്തേഡ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തേൽ വരുന്ന 2 മെത്തേഡ്സ് ആണ് ലാസ്റ്റ് പറഞ്ഞത്. അതിൽ ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ടാമത്തേൽ വരുന്ന ഫസ്റ്റത്തെ മെത്തേഡ് എന്തായിരുന്നു? എന്താണ്? ദർ ഇസ് നോ ചേഞ്ച് ഇൻ കോസ്റ്റ് ഓഫ് എലമെന്റ് ആൻഡ് നോ ചേഞ്ച് ഇൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്. ടെൻഡർ പ്രൈസ് കാണുമ്പോൾ മുന്നത്തെ കോസ്റ്റ് ഓഫ് എലമെന്റും അതേപോലെ മുന്നത്തെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റിലും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമില്ല ടെൻഡർ പ്രൈസ് കാണുമ്പോൾ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു കോസ്റ്റ് ഓഫ് എലമെന്റ്സിൽ ചേഞ്ച് ഉണ്ടാവാം, എന്നാൽ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റിൽ എന്തുണ്ടാവില്ല? ടെൻഡർ പ്രൈസ് കാണുമ്പോൾ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത് പറയാൻ പോകുന്നത് വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോസ്റ്റ് അലോങ് വിത്ത് ചേഞ്ച് ഇൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്. അതായത് എന്താണ്? കോസ്റ്റിലും പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റിലും എന്ത് വരും? ടെൻഡർ പ്രൈസ് കാണുമ്പോൾ ചേഞ്ച് വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ടെൻഡർ പ്രൈസ് എങ്ങനെയാ കാണാം? അതായത് നമ്മൾക്ക് തന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കും. അതിലത്തെ ചില കോസ്റ്റ് ഓഫ് എലമെന്റ്സിലും അതേപോലെ അവിടെ കാണുന്ന പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റിലും എന്ത് വരും? വേരിയേഷൻ വരും ടെൻഡർ പ്രൈസ് കാണുമ്പോൾ എന്നാണ് പറയാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഇൻ ദിസ് സിറ്റുവേഷൻ ദ ടെൻഡർ പ്രൈസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദി പ്രീവിയസ് ഇയർ ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ലൈക്ലി ചേഞ്ചസ് ഇൻ ദി കോസ്റ്റ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ടെൻഡർ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ട് തന്നെയാണ്. എന്നാൽ ചില കോസ്റ്റിൽ വരുന്ന ചില ചേഞ്ചസ് ഉണ്ടാവും. അതുകൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടെൻഡർ പ്രൈസ് കാണേണ്ടത്. ഓക്കെ, ദ ടെൻഡർ പ്രൈസ് ഈസ് ഫിക്സഡ് ഓൺ ദി ബേസിസ് ഓഫ് ഗിവൺ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്. അതായത് ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാം? ടെൻഡർ പ്രൈസ് കാണണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. പൊതുവെ ഈ ഒരു മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, കാരണം ഇത് എല്ലാതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ പൊതുവെ ഇതിൽ നിന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് ഓഫ് എലമെന്റ്സിലും അതേപോലെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റിലും എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The following is the summarized trading and profit and loss account of Kerala Refrigeration Company for the year ending 1st December 2020, in which half year 1000 refrigerators were manufactured and sold. ഓക്കെ, അതായത് ഇവിടെ തന്നിട്ടുള്ളത് കേരള റെഫ്രിജറേഷൻ കമ്പനിയുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 1st December 2020 വരെയുള്ള അവരുടെ ഇതാണ്. അതായത് അവര് 1000 റെഫ്രിജറേറ്റർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. 1000 റെഫ്രിജറേറ്റർ ആണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോൾഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കോസ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യം നമ്മൾ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും സെയിൽസും പർച്ചേസും എഴുതിയിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ഇൻകംസ് ഒക്കെ എഴുതി നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ കണ്ടുപിടിക്കും. ഇതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുക, ടു മെറ്റീരിയൽസ് 80,000 വരുന്നുണ്ട്. വേജസ് 1,20,000. ഈ ഇതിലത്തെ ഓരോ ഐറ്റം കാണുമ്പോൾ ഇത് എവിടെയാണ് കോസ്റ്റ് ഷീറ്റിൽ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? അത് ഓർത്ത് വെക്കണം. അതായത് വേജസ് 1,20,000. വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസ് ആണ്. അപ്പൊ നമ്മൾ എവിടെയാണ് എടുക്കുക? പ്രൈം കോസ്റ്റ് കാണുമ്പോൾ മെറ്റീരിയലിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് എന്ത്? 1,20,000 എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, ഇനി അതിന് താഴെ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. എത്രയാ? 50,000 മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എവിടെയാണ് നമ്മൾ എടുക്കേണ്ടി വരിക? ഫാക്ടറിയുടെ കോസ്റ്റ് ഓവർഹെഡിന്റെ അവിടെയാണ് നമ്മൾ എടുക്കേണ്ടി വരിക, അല്ലെ? അതുപോലെ തന്നെ നമുക്കിവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 4 ലക്ഷമാണ്. ഗ്രോസ് പ്രോഫിറ്റ് 1,50,000 തന്നിട്ടുണ്ട്. അതിന് താഴെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, അല്ലെ? സ്റ്റാഫ് സാലറീസ്, റെന്റ് ആൻഡ് റേറ്റ്സ്, സെല്ലിംഗ് എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതില് സ്റ്റാഫ് സാലറീസ്, റെന്റ് ആൻഡ് റേറ്റ്സ്, ജനറൽ എക്സ്പെൻസ് ഇത് നമ്മൾ ഇതിന്റെ അണ്ടറിൽ എടുക്കും? ഓഫീസ് ഓവർഹെഡിന്റെ അണ്ടറിൽ എടുക്കും. ഓക്കെ, പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ് ഇതിലെടുക്കും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന്റെ അണ്ടറിൽ എടുക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ്. ഇതിന് താഴെ അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, അത് നോക്കാം. ഫോർ ദ ഇയർ 2021 ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ്, അതായത് ഇനി അവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി എന്താണ്?
the output and sale will be 1200. ഓക്കെ, അതായത് അവർ 2021 ആകുമ്പോൾ അവർ എസ്റ്റിമേറ്റ് ചെയ്യാണ് 1200 റെഫ്രിജറേറ്റർ എന്ത് ചെയ്യും അവര് ഉണ്ടാക്കും, സെയിൽ ചെയ്യും എന്നുള്ളതാണ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചില വേരിയേഷൻസ് പറയുന്നുണ്ട്. ദ പ്രൈസസ് ഓഫ് റോ മെറ്റീരിയൽസ് വിൽ ഇൻക്രീസ് ബൈ 20% ഓൺ ദി പ്രീവിയസ് ഇയേഴ്സ് ലെവൽ. അതായത് റോ മെറ്റീരിയലിന്റെ പ്രൈസ് എന്ത് ചെയ്യും, 20% ഇൻക്രീസ് ചെയ്യും, പ്രീവിയസ് ഇയറിനേക്കാൾ 20% കൂടും. അതായത് പ്രീവിയസ് ഇയറിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണോ റോ മെറ്റീരിയൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിന്റെ 20% എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പിന്നെ പറയുന്നത് റേറ്റ് ഓഫ് വേജസ് വിൽ റൈസ് ബൈ 5%. അതായത് വേജസ്, ഡയറക്റ്റ് വേജസ് എന്ത് ചെയ്യും, ടെൻഡർ പ്രൈസ് അതായത് എസ്റ്റിമേറ്റഡ് കാണുമ്പോൾ 5% കൂടുതൽ വരും. ഓക്കെ, ഇതൊക്കെയാണ് കോസ്റ്റ് ഓഫ് എലമെന്റ്സിൽ ചേഞ്ചസ് വരിക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതായത് ഡി എന്താണ് പറയുന്നത്, സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് അല്ലെ, സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. അതായത് സെല്ലിംഗ് എക്സ്പെൻസസ് കോൺസ്റ്റന്റ് ആണ്, മുന്നത്തെ എത്രയാണോ കോസ്റ്റ് പെർ യൂണിറ്റ് ആ യൂണിറ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഈ പറയുന്നു മാനുഫാക്ചറിംഗ് ഓവർഹെഡ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ്. അതായത് നമ്മൾ എസ്റ്റിമേറ്റഡ് കാണുമ്പോൾ മാനുഫാക്ചറിംഗ് ഓവർഹെഡ് എന്ത് ചെയ്യും, കമ്പൈൻഡ് കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെയും വേജസിന്റെയും പ്രൊപ്പോർഷന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതർ എക്സ്പെൻസസ് റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ റൈസിങ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നതിനെ എഫക്ട് ചെയ്യില്ല ബാക്കിയുള്ള എക്സ്പെൻസുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ 2021 ഷോയിങ് ദി പ്രൈസസ് അറ്റ് വിച്ച് എ റെഫ്രിജറേറ്റർ ഷുഡ് ബി സോൾഡ് കീപ്പിംഗ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 10% ഓൺ സെല്ലിംഗ് പ്രൈസ്. അതായത് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുകയാണ്, നമ്മളോട് 2021 അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള റെഫ്രിജറേറ്റർ അതായത് 1200 റെഫ്രിജറേറ്റർ ആണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ അവർ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ കോസ്റ്റ് ഷീറ്റ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അതേപോലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആയിരിക്കും സെല്ലിംഗ് പ്രൈസിന്റെ എന്നും കൂടി പറയുന്നുണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കോസ്റ്റ് ഓഫ് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രീവിയസ് ഇയറിലെ എന്ത് ചെയ്യണം, കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. എന്നാലാണ് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോന്നിന്റെ എത്രയായിരുന്നു എന്നുള്ളത് കണ്ടെത്താനാവും. അതിന്റെ ബേസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്ന കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഫോർ ദി 2020 നമ്മളെല്ലാ മെത്തേഡിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വെച്ചിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് ആദ്യം ഉണ്ടാക്കാം. അപ്പോൾ ടോട്ടൽ അതേപോലെ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ടാകും അല്ലെ. ഇതില് നമ്മൾ ആദ്യം എന്താണ് പ്രൈം കോസ്റ്റ് ആണ് കണ്ടുപിടിക്കുക. നമുക്ക് ക്വസ്റ്റ്യനില് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ 80,000 തന്നിട്ടുണ്ട്. പിന്നെ വേജസ് ഇവിടെ അതായത് ട്രേഡിംഗിൽ തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വേജസ് ആണ്, അതുകൊണ്ട് തന്നെ പ്രൈം കോസ്റ്റിലാണ് നമ്മൾ അത് എടുക്കുക, 1,20,000 അല്ലെ. അപ്പോൾ നമ്മൾ അത് എടുക്കണം 80,000 കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. അതായത് നമ്മൾ 1000 യൂണിറ്റ് ആണ് അവര് 2020 എന്ത് ചെയ്തിട്ടുള്ളത്, സെയിൽ ചെയ്തിട്ടുള്ളത്, മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അല്ലെ. 1000 റെഫ്രിജറേറ്റർ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റെഫ്രിജറേറ്റർ 1000ലേക്കാണ് കാണേണ്ടത്. അപ്പൊ 80,000 ഡിവൈഡ് ബൈ 1000 അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 18 വരും. അതുപോലെ 1,20,000 ആണ് എന്ത് ഡയറക്റ്റ് വേജസ്, അതായത് ലേബർ എന്നുള്ളതിന്റെ അണ്ടറിലാണ് നമ്മൾ അത് കൊടുത്തിട്ടുള്ളത്. അത് അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. അതായത് 1,20,000 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 120 കിട്ടും അല്ലെ. ഇനി ഇത് ടോട്ടൽ ചെയ്യാം, വേറെ ഒന്നും ഇല്ല നമുക്ക് ഇവിടെ പ്രൈം കോസ്റ്റിൽ ആഡ് ചെയ്യാൻ. അപ്പൊ 80,000 1,20,000 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,00,000 കിട്ടും. അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 200 അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മാനുഫാക്ചറിങ് ഓവർഹെഡ്, ആ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് മാനുഫാക്ചറിങ് ഓവർഹെഡ് അല്ലെ. അത് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. അത് ഫാക്ടറി ഓവർഹെഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ 2,00,000 മാനുഫാക്ചറിങ് ഓവർഹെഡ് 50,000 ആണ്. 50,000 അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണും, 50,000 ഡിവൈഡ് ബൈ 1000 അല്ലെ. ടോട്ടൽ 1000 യൂണിറ്റ് ആണ് അവർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് 50 വരും. ഓക്കെ, ഇനി അത് ടോട്ടൽ ചെയ്യുക. 2,00,000 പ്ലസ് 50,000 2,50,000, 200 പ്ലസ് 50 250. ഓക്കെ, ഇത് എന്താണ്, ഫാക്ടറി കോസ്റ്റ് ആണ്, ഫാക്ടറിയിൽ വന്നിട്ടുള്ള കോസ്റ്റ് ആണ്. ഓക്കെ,
ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുക ഓഫീസ് ആൻഡ് എന്താണ് ഓഫീസ് ഓവർഹെഡ് ആണ്. ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോ മാനുഫാക്ചറിങ് ഓവർഹെഡ് എടുത്ത് 50,000 ചെയ്തു. ഇനി ഓഫീസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റാഫ് സാലറി, റെന്റ് ആൻഡ് റേറ്റ്സ്, ജനറൽ എക്സ്പെൻസസ്, ഓക്കെ, അതായത് 60,000, 10,000, 20,000. അപ്പൊ എത്ര വരും? 90,000. ഓക്കെ, ആ ടോട്ടൽ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഓഫീസ് ഓവർഹെഡിൽ എടുത്തിട്ടുള്ളത് 90,000. ഓക്കെ, അതിനെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 90. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് കിട്ടും. അതായത് 25,000 പ്ലസ് 90, 2,50,000 പ്ലസ് 90,000, 3,40,000 ഡിവൈഡ് ബൈ 250 പ്ലസ് 90, അതായത് 340 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, സെല്ലിംഗ് എക്സ്പെൻസസ് 30,000 എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ, അതായത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന്റെ അണ്ടറിലാണല്ലോ അത് വരിക. അപ്പൊ നമ്മൾ അത് എഴുതുന്നു 30,000. സെല്ലിംഗ് എക്സ്പെൻസസ് 30,000, അത് കോസ്റ്റ് പെർ യൂണിറ്റ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 വരും. അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് ഇതിന് ടോട്ടൽ ചെയ്യുക, അതായത് 3,70,000. അതേപോലെ 340 പ്ലസ് 30, 370 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് സെയിൽസ് തന്നിട്ടുണ്ട് അല്ലെ, അതായത് ഇവിടെ ട്രേഡിംഗിലെ സെയിൽസ് 4 ലക്ഷം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ സെയിൽസ് 4 ലക്ഷം എഴുതാം. അപ്പൊ 4 ലക്ഷത്തിൽ നിന്ന് 3,70,000 കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്താ? പ്രോഫിറ്റ്. അതായത് 30,000 പ്രോഫിറ്റ് ആണ്. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30, അതുപോലെ 4 ലക്ഷം അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 400. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം. ഓക്കെ, ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ള എലമെന്റ്സ്, കോസ്റ്റുകൾ വെച്ചിട്ട് പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കി. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റുകളിൽ, അതായത് 2021 അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്, അതായത് 1000 റെഫ്രിജറേറ്റർ ആണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇനി 2021 അവർ എന്ത് ചെയ്യുന്നുണ്ട്? 1200 റെഫ്രിജറേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവുക എന്ന് പറയുമ്പോൾ നമ്മള് അതിന്റെ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കണം. ഓക്കെ, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഞാൻ സ്ലൈഡ് അല്ലാതെ ഇങ്ങനെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യനും മുന്നേ ചെയ്തിട്ടുള്ളതൊക്കെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നിട്ടോ, അതാണ് ഫുൾ സ്ക്രീൻ ആക്കാത്തത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദി 2021 നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്കറിയാം ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം കോസ്റ്റ് പെർ യൂണിറ്റിന്റെ കോളം, പിന്നെ ടോട്ടലിന്റെ കോളാണ് വരിക. 1200 ആണ് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിന്റെയും അഡ്ജസ്റ്റ്മെന്റിന്റെ ബേസിലാണ് ഇവിടെ പറയുന്നു. ആദ്യം പറഞ്ഞ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1200 റെഫ്രിജറേറ്റർ ആണ്. പിന്നെ പറയുന്നു ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ വിൽ ഇൻക്രീസ് 20% പ്രീവിയസ് ഇയർ. ഈ റോ മെറ്റീരിയൽ 20% ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ വേജസ് 5% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മെറ്റീരിയൽ എന്ന് എഴുതുന്നു. മെറ്റീരിയൽ നമ്മൾ മുന്നേ കണ്ടുപിടിച്ച മെറ്റീരിയലിന്റെ യൂണിറ്റ് എത്രയാണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 80 അല്ലെ. ആ 80ന്റെ 20% ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. അതായത് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് 80 പ്ലസ് 20% ഓഫ് 80. ഓക്കെ, 80 പ്ലസ് 20% ഓഫ് 80, അതായത് 80ന്റെ 20% എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 16 അല്ലെ. അപ്പോ 80 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 96 വരും. ഓക്കെ, 96, അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ് മെറ്റീരിയലിലെ. മനസ്സിലായല്ലോ? അതായത് മുന്നേ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് മെറ്റീരിയലിന്റെ കണ്ടുപിടിച്ചത് 80 ആയിരുന്നു. അതിന്റെ 20% ഇൻക്രീസ് ചെയ്യും എന്നാണ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 80ന്റെ 20% കൂടി അതിൽ ആഡ് ചെയ്യണം. അപ്പൊ 80 പ്ലസ് 20% ഓഫ് 80, അതായത് 16. 80 പ്ലസ് 16 എത്ര വരും? 96 വരും. ഓക്കെ, അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് 96 ആണ്. ഇനി അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ 96 എന്ത് ചെയ്യാം? എത്ര യൂണിറ്റ് ആണ് അവർ ഉണ്ടാക്കുന്നത്? 1200 യൂണിറ്റ് ആണ്. അതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന എമൗണ്ട് ആണ്, അതായത് 1,15,200 ആണ്. ഓക്കെ, ഇനി ലേബറിന്റെ കേസിൽ പറയുന്നത് 5% ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ മുന്നേ ലേബറിന്റെ യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്
120 കണ്ടുപിടിച്ചിട്ടുള്ളത് ലേബറിന്റെ. ഓക്കെ, അപ്പോൾ അതിന്റെ 5%, അതായത് 120 പ്ലസ് 5% ഓഫ് 120. ഓക്കെ, 120ന്റെ 5%. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ഈ 120ന്റെ 5% എന്ന് പറയുമ്പോൾ 6 വരിക. അപ്പൊ 120 പ്ലസ് 6 126. ഓക്കെ, അപ്പൊ 126 കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുക. അതിനെ 1200 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് അതായത് 1,51,200. ഓക്കെ, ഇതാണ് ഇതിന്റെ എമൗണ്ട് വരും. ഇനി ആ ടോട്ടൽ ചെയ്യുക, 222 വരും കോസ്റ്റ് പെർ യൂണിറ്റ്. 2,66,400 വരും എന്താ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. ഇവിടെ പറയുന്നു അടുത്ത അഡ്ജസ്റ്റ്മെന്റിന് ഇനി നമുക്ക് മാനുഫാക്ചറിങ് ഓവർഹെഡ് ആണ് അടുത്തതായിട്ട് എഴുതേണ്ടത്, അല്ലെ? മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ട്. മാനുഫാക്ചറിങ് ഓവർഹെഡ് വിൽ റൈസ് ഇൻ ദ പ്രൊപ്പോർഷൻ ടു കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിലെ കോഡ് ഷീറ്റ് മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണോ കിട്ടിയത് അതേ ഇൻറ്റു കമ്പൈൻഡ് പ്രൊപ്പോർഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. ആ ഇയറിലെ അതായത് മെറ്റീരിയൽസും വേജസിന്റെയും കമ്പൈൻഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈം കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതിന്റെ പ്രീവിയസ് ഇയറിലത്തെ അതിന്റെ യൂണിറ്റും ഇപ്പോഴത്തെ അതിന്റെ യൂണിറ്റും തമ്മിലുള്ള കമ്പയർ ചെയ്തിട്ടുള്ള പ്രൊപ്പോർഷൻ ആണ് മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വരിക എന്നാണ് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ട് മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയാണ് യൂണിറ്റ്? 50, അല്ലെ? മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 50 ആണ്. ആ 50 ഇൻറ്റു അതിന്റെ ഈ നമ്മൾ 2020 കണ്ട വേജിന്റെയും ലേബറിന്റെയും ടോട്ടൽ എത്രയാണ്? 200 കോസ്റ്റ് പെർ യൂണിറ്റ്. അതേ ഡിവൈഡ് ബൈ ഇപ്പത്തെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? മെറ്റീരിയലിന്റെയും ലേബറിന്റെയും 222. ആ ഒരു പ്രൊപ്പോർഷൻ ആണ് എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് 50 ഇൻറ്റു 222 ഡിവൈഡ് ബൈ 200. സോറി, 222 ബൈ 200 ആണ് വരിക. അതായത് ഇപ്പത്തെ പ്രൈം കോസ്റ്റ് ഡിവൈഡ് ബൈ മുന്നത്തെ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എന്ന് പറയാൻ കാരണം മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റിന്റെ പ്രൊപ്പോർഷന്റെ ബേസിലാണ് മാനുഫാക്ചറിങ് ഓവർഹെഡ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 50 ആണ്. അതേ ഇൻറ്റു ഇപ്പത്തെ ടോട്ടൽ അതിന്റെ കോസ്റ്റ്, അതായത് 222 ഡിവൈഡ് ബൈ മുന്നത്തെ 200. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 55.50. ഓക്കെ, 50 ആയിരുന്നു, അതിന്റെ കൂടെ ഈ ഒരു പ്രൊപ്പോർഷൻ കൂടി ആയപ്പോൾ 55.50 കിട്ടും കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ആ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ മുന്നത്തെ ഇപ്പത്തെയും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റോട് ഇൻറ്റു ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ 55.50 അതിനെ 1200 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 66,600 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അത് ടോട്ടൽ ചെയ്യാം. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ 277.50 3,33,000 കിട്ടും. ഓക്കെ, ഇതാണ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ മുന്നേ ചെയ്തതിൽ നോക്കുക. ഫാക്ടറി കോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഓഫീസ് ഓവർഹെഡ് ആണ് എഴുതേണ്ടത്. ഓഫീസ് ഓവർഹെഡിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ടോ? മാനുഫാക്ചറിങ് ഓവർഹെഡ് തന്നു. സെല്ലിംഗ് എക്സ്പെൻസ് റിമെയിൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള അതർ എക്സ്പെൻസസ്, അതായത് ബാക്കിയുള്ള ഓവർഹെഡുകളൊക്കെ റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ദി റൈസ് ഓഫ് ദി ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അതായത് ഓഫീസ് ഓവർഹെഡിന്റെ, അതായത് ഓഫീസ് ഓവർഹെഡ് എത്രയാണോ നമുക്ക് മുന്നേ കോസ്റ്റ് ഉണ്ടായിരുന്നത് അത് ഡിവൈഡ് ബൈ ഇപ്പത്തെ യൂണിറ്റിന് എത്രയായിരിക്കും എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അതായത് 90,000 ഡിവൈഡ് ബൈ 1200. അപ്പൊ നമ്മൾ 90,000 എവിടുന്ന കിട്ടി? നമ്മൾ മുന്നേ കണ്ടുപിടിച്ച ഓഫീസ് ഓവർഹെഡ് 90,000 ആയിരുന്നു ടോട്ടൽ എമൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അതേ ഡിവൈഡ് ബൈ എന്താ? അതേ ഡിവൈഡ് ബൈ ഇപ്പത്തെ എത്ര യൂണിറ്റ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്? 1200 യൂണിറ്റ് ആണ് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് റിമൈൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് കണ്ടില്ലേ? എന്താ? അതർ എക്സ്പെൻസസ് റിമൈൻ അതായത് ഔട്ട്പുട്ടിന് എന്ത് ചെയ്യില്ല? എഫക്ട് ചെയ്യില്ല. അത് റൈസ് ചെയ്യുന്നതിൽ എഫക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഓഫീസ് ഓവർഹെഡ് 90,000 ആണ്. ആ 90,000 തന്നെയാണ് എന്ത് ചെയ്യുക? ഇവിടെയും വരിക എമൗണ്ട്. പക്ഷേ 1000ന്റെ യൂണിറ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ 1200 യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ 1200 എത്ര യൂണിറ്റ് ആയിരിക്കും എന്ന്, കോസ്റ്റ് പെർ യൂണിറ്റ് ആയിരിക്കും എന്നുള്ളത് കാണാനാണ് ഇവിടെ 90,000 ഡിവൈഡ് ബൈ 1200 കണ്ടിട്ടുള്ളത്. അതായത് 75. 90,000 ആണ് ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് 75 ആണ് അപ്പൊ വരിക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 352.50 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ടോട്ടല് 4,23,000 കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ് ആണ് വരിക. സെല്ലിംഗ് എക്സ്പെൻസിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടോ?
സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. സെല്ലിംഗ് എക്സ്പെൻസിന്റെ യൂണിറ്റ് കോൺസ്റ്റന്റ് ആണ്, മാറില്ല. അപ്പൊ സെല്ലിംഗ് എക്സ്പെൻസ് മുന്നത്തെ 2020 നമ്മൾ കണ്ട എത്ര യൂണിറ്റ് 30 ആണ് അല്ലെ. അപ്പോ ആ 30 തന്നെയാണ്, റിമെയിൻ കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ 30 എഴുതുന്നു, അതിനെ 1200 കൊണ്ട് ഇൻറ്റു ചെയ്തു, അതായത് 36,000 കിട്ടും. ഇനി ടോട്ടൽ ചെയ്യാം, 382.50 4,59,000 കിട്ടും കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് പ്രോഫിറ്റ് ആണ്. നമുക്ക് ഇവിടെ സെയിൽസ് അറിയില്ല, അതായത് സെയിൽസിന്റെ എത്ര എമൗണ്ടിലാണ് ഒന്ന് സെയിൽ ചെയ്യേണ്ടത്, 1200 യൂണിറ്റിന് എത്രയാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ അറിയില്ല. മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എത്രയാണ് മുന്നേ പ്രീവിയസ് ഇയർത്തെ എത്ര സെയിൽ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട്, അതായത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് 10% ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ 10% ആയിരിക്കും എന്ത്, നെറ്റ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം വേണ്ടത്. നമ്മൾ മുന്നേ ആദ്യം തുടക്കത്തിൽ നമ്മൾ ടെൻഡർ പ്രൈസിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10% എന്ന് പറയുമ്പോൾ 1/10 ആണ് അല്ലെ. സെല്ലിംഗ് പ്രൈസിന്റെ 1/10 ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റിന്റെ എന്തായിരിക്കും, 1/9 ആയിരിക്കും അല്ലെ. അങ്ങനത്തെ ഒരു റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സെല്ലിംഗ് പ്രൈസിന്റെ 1/9 ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റിന്റെ 1/8 ആയിരിക്കും അല്ലെ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ കോസ്റ്റിന്റെ 1/10 സെല്ലിംഗ് പ്രൈസിന്റെ 1/10 ആണെങ്കിൽ എന്തായിരിക്കും, കോസ്റ്റിന്റെ 1/9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് 382.50 ആണ്, അതിന്റെ 1/9 കാണാം. അപ്പൊ നമുക്ക് 42.50 കിട്ടും. അതേപോലെ 4,59,000 1/9 കാണാം, 51,000 കിട്ടും. ഓക്കെ, എന്നിട്ട് ഇത് ടോട്ടൽ ചെയ്യാം. 425 കിട്ടും, ഇവിടെ 5,10,000 കിട്ടും. ഈ 425 രൂപയ്ക്ക് ആവണം എന്ത് ഒരു ഇത് റെഫ്രിജറേറ്റർ നമ്മൾ എന്ത് ചെയ്യാം, സെയിൽ ചെയ്യേണ്ടത്. അതിന്റെ ടോട്ടൽ മൊത്തം എമൗണ്ട് വരിക എത്രയാണ്, 5,10,000 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് പൊതുവേ ഉണ്ടാവുക, കാരണം ഇതിൽ എല്ലാതും കൂടി ഇൻക്ലൂഡ് ആണ്. അതായത് കോസ്റ്റിൽ വേരിയേഷൻസ് വരുന്നുണ്ട്, പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് മുന്നത്തെ പോലെയല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണാത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നോട്ടിലേക്ക് എഴുതിയെടുക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.